സംരംഭക വർഷം വൻ വിജയത്തിലേക്ക് പുതുതായി ആരംഭിച്ചത് 2 ലക്ഷം സംരംഭങ്ങൾ 4,21,101 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. നിക്ഷേപം 12,000 കോടി കവിഞ്ഞു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സാലി, ഇത് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ച കാര്യമാണ്. ഒരുപക്ഷെ നേരത്തെ തന്നെ കേരളമാണ് തൊഴിലെടുക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംസ്ഥാനമെന്ന് ദേശീയ തലത്തിൽ തന്നെ ഒരു കണക്ക് വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ പുതിയ സംരംഭങ്ങൾ ഏകദേശം 2 ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ, നിക്ഷേപം 12,000 കോടി അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ വലിയ നേട്ടങ്ങളിൽ ഒന്നായി തന്നെ ഇത് പറയേണ്ടി വരുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, അതായത് സംസ്ഥാനത്ത് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 2022 ഏപ്രിൽ 1 സംസ്ഥാനത്ത് വ്യവസായ വകുപ്പ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണ് സംരംഭക വർഷം എന്ന് പറയുന്നത്. അതിൽ ആദ്യ വർഷത്തെ കണക്ക് തന്നെ അതായത് സംരംഭ വർഷം 1 പൂർത്തിയായപ്പോൾ തന്നെ ഈ മാർച്ച് 31 2023 മാർച്ച് 31 അത് പൂർത്തിയായപ്പോൾ തന്നെ അതിൻ്റെ കണക്കുകൾ പുറത്തു വന്നിരുന്നു. 1 ലക്ഷമായിരുന്നു ഒരു വർഷം ആരംഭിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന സംരംഭങ്ങളുടെ എണ്ണം. പക്ഷേ അത് വലിയ തോതിൽ വർദ്ധിക്കുകയും 1,39,840 ഉയരുകയും ചെയ്തു. അതായത് ഒരു വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ പ്രത്യേക എഫർട്ട് എടുത്ത് സ്വകാര്യ മേഖലയിൽ വ്യക്തികൾ ആരംഭിച്ച സംരംഭങ്ങളാണ്. അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ, പ്രോത്സാഹനങ്ങൾ ഒക്കെ സർക്കാർ ചെയ്യുന്നുവെന്നേ ഉള്ളൂ, വ്യവസായ വകുപ്പ് അതിന് ചെയ്യുന്നുവെന്നേ ഉള്ളൂ. അത്തരം സംരംഭങ്ങൾ, അതായത് 1,39,840 സംരംഭങ്ങൾ ആദ്യ വർഷം തന്നെ ഈ സംരംഭക മേഖലയിലേക്ക് കടന്നു വരികയും വ്യക്തികൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒട്ടനവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. 3,56,000 തൊഴിലവസരങ്ങളാണ് ആദ്യത്തെ വർഷം ഉണ്ടായത്. 8,422 കോടി രൂപയുടെ നിക്ഷേപം സംസ്ഥാനത്ത് എത്തുകയും ചെയ്തു. അതിൻ്റെ കണക്ക് നമുക്ക് അറിയാം, 5-6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വരികയും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയും കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത ഒരു പദ്ധതിയാണിത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പദ്ധതി 1.5 വർഷം പിന്നിടുമ്പോൾ, തുടർന്ന് ഈ വർഷം ഏപ്രിൽ 1 സംരംഭക വർഷം 2 രണ്ടാമത്തെ വർഷമായി ആചരിക്കുകയും അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ രണ്ടാമത്തെ വർഷം പകുതിയായപ്പോഴുള്ള കണക്കാണ് ഇപ്പോൾ വ്യവസായ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അതുതന്നെയാണ് വളരെ അഭിമാനാർഹമായ നേട്ടമെന്ന് തന്നെ പറയാം. കാരണം കേരളം സംരംഭകർക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വേണം ഈ കണക്കുകൾ. സാലി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ വർഷം 1 ലക്ഷം സംരംഭകരെയാണ്, പുതിയ സംരംഭങ്ങളാണ് ലക്ഷ്യമിട്ടതെങ്കിൽ അത് 1,30,000. ഇത് രണ്ടാം വർഷത്തിൽ പകുതിയാകുമ്പോൾ തന്നെയാണ് 2 ലക്ഷം പുതിയ സംരംഭങ്ങൾ, 4 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ. വലിയ നേട്ടം തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ച്. കാരണം ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ പടച്ചുവിടുന്നവർക്ക് കൂടി ഏറ്റ ഒരു പ്രഹരമായി തന്നെ കൂടി ഇത് പറയേണ്ടി വരുന്നുണ്ട്. ഒപ്പം തന്നെ രാജ്യത്ത് വലിയ അഭിമാനാർഹമായ നേട്ടം തന്നെയാണ് കേരളത്തിന് കൈവരിക്കാനാവുകയും ചെയ്തത്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? തുടരാം. അതായത് നമുക്കറിയാം, ഒന്നാമത്തെ പദ്ധതി ഈ സംരംഭക വർഷം 1 പൂർത്തിയായപ്പോൾ ചില വലതുപക്ഷ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചൊരു നിലപാട് നമ്മൾ കണ്ടതാണ്. 1,39,000 പുതിയ സംരംഭങ്ങൾ വ്യക്തികൾ ആരംഭിക്കാൻ മുന്നോട്ട് വന്ന ഘട്ടത്തിൽ ചില സംരംഭങ്ങൾ തുടക്കത്തിൽ തന്നെ പാളിപ്പോവുകയും 2-3 വിരലിൽ എണ്ണാവുന്ന ചില പദ്ധതികൾ തുടക്കത്തിൽ തന്നെ തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്ത പല കാരണങ്ങളാൽ, അവരുടെ വ്യക്തിപരമായ ഒക്കെ കാരണങ്ങളാൽ അത് അടച്ചുപൂട്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ സംരംഭങ്ങൾ, അത് സംസ്ഥാനത്താകെ 10-ൽ താഴെ സംരംഭങ്ങൾ മാത്രമാണ് ആ മാധ്യമം അന്ന് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ അതിന് ആ മാധ്യമം കൊടുത്ത പ്രചരണം ചിലത് പറയാനുണ്ട് എന്നൊക്കെ അർത്ഥത്തിൽ ചിലത് വ്യാഖ്യാനിക്കുകയും വലിയ പരാജയമാണ് ഈ പദ്ധതി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനൊക്കെയുള്ള മറുപടി കേരളത്തിലെ സംരംഭകർ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വർഷം പൂർത്തിയായി സംരംഭക വർഷം 2 പകുതി പിന്നിടുമ്പോൾ നൽകുന്നത്. ഏതാണ്ട് 12,000 കോടിയുടെ നിക്ഷേപം സംസ്ഥാനത്ത് അതുവഴി എത്തിയിട്ടുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല. സംസ്ഥാന സർക്കാർ, അതായത് വ്യവസായ വകുപ്പും വ്യവസായ മന്ത്രി പി രാജീവും ഇക്കാര്യത്തിൽ ഉദ്ദേശിച്ചത് സംസ്ഥാനത്ത് ഒരു രട്ടേപ്പ് ചുവപ്പ് നാടയുടെ പ്രതിസന്ധി വ്യവസായ മേഖലയിൽ അല്ലെങ്കിൽ സംരംഭക മേഖലയിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത്. അതിനുവേണ്ടി ഒട്ടേറെ ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടക്കത്തിൽ തന്നെ ലൈസൻസ് എടുക്കേണ്ടതില്ല, ഒരു അപേക്ഷ നൽകിയാൽ 3 വർഷത്തേക്ക് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയും. ഈ പരിസ്ഥിതി നാശമുണ്ടാക്കുന്നതല്ലാത്ത എല്ലാ പദ്ധതികളും. ശരി സാലി, വളരെ അഭിമാനാർഹമായ നേട്ടമാണ് സംസ്ഥാന സർക്കാർ കൈവരിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് വ്യവസായ വകുപ്പ്. 2 വർഷം കൊണ്ട് 2 ലക്ഷം സംരംഭങ്ങൾ, പുതിയ സംരംഭങ്ങൾ സംസ്ഥാനത്ത് തുടങ്ങാനായി. സംരംഭക വർഷം വലിയ വിജയത്തിലേക്ക്. 4,21,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. 12,000 കോടിയുടെ നിക്ഷേപം വരികയും ചെയ്തു. വിവരങ്ങളാണ് സാലി മുഹമ്മദ്